എല്ലാവർക്കും നമസ്കാരം. നിത്യാനന്ദ യോഗ കേന്ദ്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പരിശീലിപ്പിച്ച വ്യായാമങ്ങൾ ചെയ്തതിന് ശേഷം ഇന്നത്തേതിലേക്ക് കടക്കാവുന്നതാണ്. ആദ്യത്തെ വ്യായാമം ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും അല്പം അകത്തി വെച്ച് നട്ടെല്ല് നിവർന്ന് നിൽക്കുക. അതിനുശേഷം ഇരു കൈകളും ശരീരത്തിനെ മുന്നിലേക്ക് കൊണ്ടുവന്ന് തൊഴുതു പിടിക്കുകയും കൈകളെ നീട്ടി മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്യുക. സാവധാനം കൈകളെ വലതുവശം ചേർത്ത് വട്ടം കറക്കാവുന്നതാണ്. വളരെ സാവധാനം മാത്രമായിരിക്കണം വട്ടം കറക്കേണ്ടത്. ഇത് പരിശീലിക്കുമ്പോൾ ശ്വാസോച്ഛ്വാസം സാധാരണ രീതിയിൽ മാത്രം ചെയ്താൽ മതിയാകും. ഇതേ രീതിയിൽ 7-8 തവണ പരിശീലിക്കാവുന്നതാണ്. ഇനി ഇരു കൈകളും താഴ്ത്തി വെച്ച് അല്പസമയത്തേക്ക് വിശ്രമിക്കാം. വിശ്രമശേഷം വലതുവശത്തു കൂടി വട്ടം കറക്കിയ അതേ രീതിയിൽ തന്നെ തൊഴുതു നീട്ടിപ്പിടിച്ചിരിക്കുന്ന കൈകളെ ഇടതുവശം ചേർത്തും വട്ടം കറക്കാവുന്നതാണ്. ഈ രീതിയിലും 7-8 തവണ പരിശീലിക്കാം. ഇത് പരിശീലിക്കുന്ന സമയത്ത് കൈകൾക്ക് വേദനയോ ബുദ്ധിമുട്ടോ വരികയാണെന്നുണ്ടെങ്കിൽ അല്പസമയത്തേക്ക് കൈകൾ താഴ്ത്തി വെച്ച് വിശ്രമിച്ചതിന് ശേഷം പരിശീലനം തുടർന്നാൽ മതിയാകും. പരിശീലനത്തിലുടനീളം കാൽപാദങ്ങളുടെ സ്ഥാനത്തിന് മാറ്റമുണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ ആദ്യത്തെ വ്യായാമം നമ്മൾ പരിശീലിക്കുന്നത്. ഇന്നത്തെ രണ്ടാമത്തെ വ്യായാമം പരിശീലിക്കുന്നതിനായിട്ട് തൊട്ടു മുൻപേ പറഞ്ഞ അതേ രീതിയിൽ തന്നെ ഇരു കാലുകളും അല്പം അകത്തി വെച്ച് നട്ടെല്ല് നിവർന്ന് നിൽക്കുക. അതിനുശേഷം ഇരു കൈകളും നെഞ്ചോട് ചേർത്ത് തൊഴുതു പിടിക്കുകയും തറയ്ക്ക് സമാന്തരമായി നീട്ടിപ്പിടിക്കുകയും ചെയ്യുക. ഈ നിലയിൽ നിന്നുകൊണ്ട് സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തൊഴുതു പിടിച്ചിരിക്കുന്ന കൈകളെയും ശരീരത്തെയും കഴിയുന്നത്ര വലതുവശത്തേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കേണ്ടതാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരവും ഇരു കൈകളും നേരെ കൊണ്ടുവരികയും വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തൊഴുതു നീട്ടിപ്പിടിച്ചിരിക്കുന്ന കൈകളെ ഇടതുവശത്തേക്ക് കഴിയുന്നത്ര ചിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരവും കൈകളും നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യുക. ഇത് പരിശീലിക്കുന്ന സമയം കാൽപാദങ്ങളുടെ സ്ഥാനത്തിന് ചലനമുണ്ടാവാൻ പാടില്ല. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന സമയം തൊഴുതു നീട്ടിപ്പിടിച്ചിരിക്കുന്ന കൈകളെ മുന്നിലേക്ക് കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വലതുവശത്തേക്ക് അല്ലെങ്കിൽ ഇടതുവശത്തേക്ക് തിരിച്ചുകൊണ്ട് വരികയുമാണ് ചെയ്യേണ്ടത്. ഇതേ രീതിയിൽ ഇരുവശങ്ങളിലേക്കും മാറി മാറി 10-12 തവണ പരിശീലിക്കാവുന്നതാണ്. എത്രത്തോളം പതിയെ ചെയ്യാൻ സാധിക്കുന്നുവോ അത്രത്തോളം പതിയെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതേപോലെ തന്നെ ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം കൈകളെ പറ്റുന്നത്ര മാത്രം വശങ്ങളിലേക്ക് ചെരിച്ചുകൊണ്ട് വന്നാൽ മതിയാകും. ഇത് പരിശീലിക്കുന്ന സമയം ബുദ്ധിമുട്ട് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ അല്പസമയത്തേക്ക് വിശ്രമിച്ചതിന് ശേഷം മാത്രം തുടർന്നാൽ മതി. ഇവ പരിശീലിച്ചതിന് ശേഷം ശവാസനം ചെയ്തു മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ. ഇതിന്റെ തുടർച്ചയായി പരിശീലിക്കേണ്ട 2 വ്യായാമങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.